പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് സെന്റ് തോമസ് ഡേ ആണ്. അപ്പോൾ ജഗുവിന് സ്കൂളില്ല. അപ്പോൾ കാറ് വാങ്ങിച്ചിട്ട് ഒരു യാത്ര പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തൃശ്ശൂർ അപ്പുറം ഒരു പൂമല ഡാമുണ്ട്, ഒരു കുഞ്ഞി ഡാം. അവിടേക്കിന് പോണത് വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിയിൽ. സെന്റ് തോമസ് ഡേ എന്ന് പറയാ തോറാനാന്ന് പറയും. ഇന്ന് അതിഭീകരമായ മഴ പെയ്യണം അല്ലേ? പക്ഷെ ആനയും പുലിയും കടുവയൊക്കെ വരെ ഒലിച്ചു വരും. പാർമക്കാര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല, മഴയില്ല. അല്ലാതെ ഇപ്രാവശ്യം മഴ തീരില്ല. അപ്പൊ നമുക്ക് പോവാം. കുറുപ്പൻ റോഡിലെത്തിയില്ല, തൃശ്ശൂര് കുറുപ്പൻ റോഡിലെത്തി. ഇനി റൗണ്ടിലേക്കാണ് നടക്കുന്നത്. റൗണ്ടിന്ന് 13 കിലോമീറ്റർ ആണ് നമ്മുടെ പൂമല ഡാമിലേക്ക്. റൗണ്ടിലേക്ക് കടന്നു കേട്ടാ. പാട്ടരേക്കിൽ വിളിക്കാണ് പോണത്. നമ്മൾ ലെഫ്റ്റ് തിരിയും. നമ്മള് ഇതുവരെയായിട്ടൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല അല്ലേ? നമ്മള് തിരുവമ്പാടി അമ്പലം എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി അമ്പലം ഈ പാലത്തിന്റെ അടിയോടെ, ഈ മേൽപ്പാലത്തിന്റെ അടിയോടാണ് നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് ഇറങ്ങാൻ. അടിയിലാണ് മറ്റേ ലോകകപ്പ് ഉണ്ടാകുമ്പോ ഇവിടെ അടിയിൽ സ്ക്രീനൊക്കെ വയ്ക്കുന്നു. ഇവിടെ വലിയ സ്ക്രീനില് ആളുകൾക്ക് കളി കാണാനുള്ള സൗകര്യത്തിന് ഇവിടെയുള്ള നാട്ടുകാരെ കൂടി ചെയ്യും. നേരെ തിരൂര്, മലപ്പുറം തിരൂരിലേട്ടാ. നമ്മള് പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങണേ. വിശപ്പ് തുടങ്ങി, ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങി. സരിതി കൂടാവൊക്കെ അവിടെ കയറി. സരിതിക്ക് എനിക്ക് മസാല ദോശ, ജഗുവിന് ഒരു നെയ്റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കോലരി കഴിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് കരദോശുള്ളത്. ജഗുവിന്റെ നെയ്റോസ്റ്റ് കൊതിച്ചിരിക്കട്ടാ. ഇത് തുടങ്ങിക്കോ. എൻ്റെ തീറ്റ കഴിഞ്ഞുട്ടാ. അതിൻ്റെ സാധനം പറയൂ സരിത. അതിൻ്റെ സാധനം നല്ല സാധനം. ഞങ്ങള് ഭക്ഷണം കഴിച്ച് ഇറങ്ങി. നെയ് റോസ്റ്റ് എങ്ങനെയുണ്ട് ഉണ്ണിയ? വലിയ സാധനം വയർ നിറഞ്ഞില്ലേ? ജഗു സാധാരണ നെയ് റോസ്റ്റും ഒരു ഉഴുന്നുവടയാണ് കഴിക്കാറ്. മസാല ദോശ അവൻ കഴിക്കുക. ആ മസാലയുള്ള ഭാഗല്ലേ, നടുക്ക് ഭാഗം, അത് കഴിക്കില്ല. അത് കാരണം അവന് നെയ് റോസ്റ്റ് വാങ്ങിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഉഴുന്നുവട നീ ചോദിക്കണ്ടായിരുന്നല്ലോ, പിന്നെന്താ വേണ്ടെന്ന് വെച്ചേ? അപ്പൊ നെയ് റോസ്റ്റ് കഴിച്ചവനെ ജഗുവിന്റെ വയറ് നിറഞ്ഞു. നമ്മള് തിരൂര് സെന്റർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആ ബസ് എടുക്കണില്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് തിരൂര് പടക്കുറമ്പകാവ് അമ്പലം 3 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. ഈ ബസ് എപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടാവും ചോദിക്കും. അവിടെയാണ് കുഴപ്പം. ഈ ബസ് നോക്കി വന്നു കഴിഞ്ഞാൽ ഇതാണ് പടക്കുറമ്പകാവ് അമ്പലം 3 ദിവസത്തെ ആഘോഷം കേട്ടോ. ഇപ്പൊ നമ്മള് നേരെ തന്നെ പോണു. ഇനി ലെഫ്റ്റ് സൈഡില് ഒരു ബാർ ഉണ്ടായിരുന്നു. ആ ബാറ് കഴിഞ്ഞിട്ടാണ് റൈറ്റിക്കുള്ള വഴി. പൂമല ഡാം ബോർഡ് കണ്ട. ബോർഡ് കണ്ടു. നിർത്തണ്ട. ഈ ലെഫ്റ്റില് കാണുന്ന ബാറ് വിജയനും ഞാനും കൂടി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മള് റൈറ്റ് ചെയ്യുന്നു. ഈ ബാറിന്ന് അടിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് പല സത്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഉത്രാളികാവ് അമ്പലത്തിൽ വെടിക്കെട്ട് കാണാൻ പോവാ. അപ്പൊ നമ്മള് പൂമല റോഡിലേക്ക് തിരിഞ്ഞുട്ടാ. ഞാൻ പൂമല ഡാമിലേക്ക് ആദ്യമായിട്ട് പോണത് കേട്ടാ. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ലേ പൂമല ഡാമിലേക്ക്. കാണാത്തൊരു സ്ഥലം ഉണ്ടല്ലോ. അത് കാണാത്ത ഒരു കാഴ്ച എങ്ങനെയാണ് ആയിരിക്കും എന്നുള്ളത് അവിടെ ചെന്നിട്ട് നമ്മൾ പറയാം. ബോർഡ് പിടിച്ച ഈ ബോർഡും പൂമല ഡാം എന്നുള്ള ബോർഡ് കണ്ട. ചോറ്റുപാറ, അരിങ്ങഴിക്കുളം. നിറയെ വളവന്തിരികളല്ലേ? അതെ, മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക്. അത്ര 94.5 മീറ്റർ ആണെന്നുണ്ട് ഇതിന്റെ ഡാമിന്റെ ഹൈറ്റ്. നിറച്ചോടെ സൈൻ ബോർഡുകളുണ്ട് കേട്ടാ. അന്നേരം വഴിയൊന്നും തെറ്റി പോവില്ല.
സമുദ്രനിരപ്പിൽ തോന്നുന്നു. ഇതാണ് നമ്മുടെ പൂമല ഡാമിൻ്റെ ഒരു റോട്ടിൽ നിന്നുള്ള ഒരു വീക്ഷണം കേട്ടോ. ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി അടിയിലിരിക്കാണ്ട് ഇറങ്ങാം. നേരെ കാണുന്നത് ഒരു ഗാന്ധി പ്രതിമീന് കണ്ട. സരിത, ഗാന്ധിജിക്ക് മാറ്റൊന്നുമില്ലല്ലോ. കണ്ടുപിടിച്ചു മാറ്റം. ഗാന്ധിജിക്ക് കണ്ണാടിയിലെന്നുള്ളതാണ് അല്ലേ? എന്തിനാല് മാറ്റാൻ? ഡാമിലധികം വെള്ളമൊന്നുമില്ല ചേട്ടാ. ഈ വെള്ളം വളരെ കുറവാണ് ഇപ്പൊ. ഈ സമയത്ത് ചിലപ്പോ ഇവിടെ മൂടണ്ടാവും. അവിടെ കണ്ട, അവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇപ്പൊ ബോട്ടിലിരിക്കാൻ പറ്റും നമുക്ക്? അറിയില്ല, അവിടേക്ക് പോയി നോക്കാം. നമുക്ക് എന്നിട്ട് പോയി നോക്കാം. ഞാൻ ഡാമിന്റെ കരയിലൂടെ നടക്കുകയാണ് കേട്ടാ. ബോട്ടിങ്ങിന്റെ അങ്ങോട്ട് പോണത്. ബോട്ടിങ്ങിന്റെ അവിടെ ആളുകളുണ്ടോന്ന് അറിയില്ല. ഇന്ന് ബുധനാഴ്ചയില്ലേ സാർ? ഇന്ന് ബുധനാഴ്ചന്. അത് കാരണം ശനി ഞായറാണ് ഇവിടെ ശരിക്കും തിരക്കുണ്ടാവുക. ആളുകൾ കണ്ടമാനം വരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇവിടെ ആരുമില്ല. നോക്കട്ടെ. താറാവുകളുണ്ട്, അരയന്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ താറാക്കളുണ്ട്. ഏതായാലും വീട്ടുകാരിയാവില്ല. ബോട്ടുകൾ എടുക്കുന്നുണ്ട്. ഒരു ചവിട്ടി തുഴയുന്ന ബോട്ടിനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ചോദിച്ചേക്കാം. ഇവിടെ അതിനുള്ള ആളുകളൊന്നും കാണാനില്ല. അങ്ങനെ ബോട്ടിലിരിക്കാം. വെയിലിന് വലിയ ചൂടൊന്നുമില്ല. ഇവിടെ രണ്ട് മറ്റേ ഇതുകളുണ്ട്, വാത്തകള്, പിന്നെ വെള്ളത്താറാവുണ്ട്. ഇതാണ് ഇവിടുത്തെ ബോട്ടുകൾ കേട്ടാ. 1 2 3 ബോട്ടുണ്ട്. അത് വഞ്ചി പോലത്തെ സാധനം. ബോട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒറ്റ ആളെ കാണാനില്ല. ഈ നമുക്കിതിൽ കയറണമല്ലോ. കയറണമെങ്കിൽ അതിൻ്റെ ആളുകളൊന്നും കാണാനില്ല. പിന്നെ ഇവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിന്റെ ആളന്വേഷിച്ച് നിൽക്കണ കേട്ടാ. കുറെ നേരമായി ഇവര് ചൂണ്ടിൽ നിന്ന് വന്നവരാ. മഴ വരുന്നുണ്ട്. ഞങ്ങള് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണേട്ടാ. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടിരിക്കണേ. ഇതിന്റെ ഒരാൾക്ക് 50 രൂപ. അപ്പൊ 3 പേർക്ക് 150 രൂപ. വേറെ ഫാമിലിയും കയറിന് വേറെ ബോട്ടിലുണ്ട്. ഞങ്ങള് 2 കൂട്ടരുള്ളോ. പിന്നെ ഇതിന് ഒരു ലീവർ ഉണ്ട്, കാണിച്ചു തരാം. ഈ ലീവർ കണ്ട, ഈ ലീവർ നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നേരെ പോവും. ഇപ്പൊ റൈറ്റിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് പോവും. ഇനിയിപ്പോ നമ്മള് നേരെ ആക്കിയിട്ട് വണ്ടിയുടെ ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാ, ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ലെഫ്റ്റിലേക്കാണ് പോട്ടാ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. 1.5 മണിക്കൂറാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം. 11:30. ഇപ്പൊ 11 മണിയായി. 11:30 നമ്മളിവിടെ എത്തണം. അങ്ങനെ ഞങ്ങള് പൂമല ഡാമിലൂടെ ബോട്ടിൽ പോണ്. ഞാൻ ചവിട്ടുന്നത്, സരിത അപ്പുറത്തിരുന്ന് ചവിട്ടണു. സരിത, ബോട്ട് യാത്രയെ കുറിച്ച് പറയൂ. എങ്ങനെ? നല്ല കാറ്റ്, ഇളം കാറ്റ്, വെയിലുണ്ട്, എന്നാലും വേറെ ഫാമിലി ബോട്ടിൽ പോണോട്ടെ. ഡാൻസ് കളിക്കരുന്നൊക്കെ പറയണ്ടവര് ബോട്ടിലിരുന്നിട്ട്. സരിതയെ കുറിച്ച് ഒരു കമന്ററി പറഞ്ഞേ. ഒന്നും പറയാനില്ല, നല്ല രസാ. ഒരു ഇളം വെയില്, പിന്നെ ഒരു നല്ല ഇളം കാറ്റ്. പക്ഷെ വിചാരിച്ചോടത്തേക്കല്ല സാധനം പോണത്. ഞങ്ങളുടെ ബാക്കിലുണ്ടായിരുന്നവര് അവിടെ എത്തി. ഇവിടെ എന്നെ കിടന്ന് വട്ടം കറങ്ങാം. ചേട്ടന്റെ ഡ്രൈവിംഗ് വളരെ മോശം. ഇതില് ഡ്രൈവിംഗ് ഒന്നും ഇല്ല, വണ്ടിന് കുഴപ്പം. ഇതടുത്തോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞത് വലത്തോട്ട് പോവും. നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തോട്ട് പോവും. അവരറ്റത്തെത്തി. അവിടെ കയറ് കെട്ടിട്ടുണ്ട്. അറ്റത്തൊരു കയറ് കെട്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറം കിടക്കാൻ പാടില്ല. വേണ്ട. ഇതിപ്പോ എവിടേക്ക് പോണ് നോക്കിയത്? പിന്നെ വലിയ ദൂരല്ല, അകലല്ല, നല്ല രസ. വെള്ളം അധികം ഇല്ലാത്താരണേ എനിക്ക് പേടി തോന്നണില്ല.
കരയിലെത്തി. ഏതോ ഒരു കാര്യം ഒരാരണ്ടിരിക്കുന്ന നോക്കിയാ. അതാണ് രണ്ടാന്ന് പറഞ്ഞ പക്ഷി. ഒരു അമ്പലപ്പൂവ് ജഗുന് ഹാപ്പി ആയില്ലേ? ബോട്ടിന്റെ അടുത്ത് രണ്ടു മുതലല്ലോ ഇവര് ഓടിക്കൊണ്ടിരിക്കും. സാറാക്കളെ പോണ പോക്ക് നോക്കിയാ അല്ലേ? ബോട്ടിൽ കയറിട്ട് അതെ കാറ്റിന് അനുസരിച്ച് നീങ്ങും. കൊറേ നമ്മള് വിചാരിച്ച പോലെ അനുസരിച്ചിട്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ ബോട്ടോ അത് അവർക്ക് കുഴപ്പമില്ല. പമ്പിങ് സ്റ്റേഷൻ ഉണ്ട്. സരിത മഴ തുള്ളിറങ്ങി. ഇവിടെ ഈ ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടല്ലോ. അവിടെ ഉണ്ടാവും ഒരു കുഞ്ഞൊരു കുട്ടി പാർക്ക്. ഇത് മുളന്താവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നുണ്ട്. ഇവരെ മുണ്ടൂരല്ലേ ചൂണ്ടല് ഗുരുവായൂരടുത്ത് ചൂണ്ടലിൽ നിന്ന് വന്നിട്ടുള്ളവരിനെ ഇവര് ഞങ്ങളുടെ ഒപ്പം ഇവര് വേറെ ബോട്ടിലായിരുന്നു. അങ്ങനെ ഇവരെ പരിചയപ്പെട്ടു. എൻ്റെ പിള്ളേരുടെ മക്കളുടെ പേര് അശ്വിൻ. മോൻ്റെ അനസ്വിൻ. പ്രിൻസി കണ്ടാ ഇവരെ പരിചയപ്പെട്ടില്ലേ? അങ്ങനെ ഒരു ഫാമിലിനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ അധികം പേരില്ല ഇവിടെ കേട്ടാ. അപ്പൊ നമുക്ക് ഇനി ഇന്ന് ഇതിന്റെ ചുറ്റുന്ന റൗണ്ട് അടിക്കാം. അപ്പൊ ശരി, നമുക്ക് കാണാം. പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ അക്കാരോട് ചേർന്നിട്ടുള്ള തന്നെയാണ്. ഡാമിലേക്ക് റോഡിലോട്ട്, അത് ഡാമിന്റെ ചുറ്റും റോഡുണ്ട്. ആ റോഡിലൂടെ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നുട്ടാ. ബോട്ടിങ് നടക്കുന്ന സ്ഥലം. മഴ പെയ്ത നല്ല രസമായിരിക്കില്ല? അതന്നെ, മഴ പെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എന്തോരം വെള്ളായനെ. നല്ല ഭംഗിയുണ്ടായനെ കാണാൻ. ഇതിന് ഡാമിന്റെ മുകളിലത്തെ ഒരു വിഹക വീക്ഷണം കേട്ടാ. ഒരു കുഞ്ഞു ഡാം. ഇതിന്റെ സൈഡില് ഒന്നും തന്നെ ഇല്ല, വെറും കാട്. വെറുതെ അങ്ങനെ നടക്കാം. ബോട്ടിങ് ആ കരയിൽ നിന്നിട്ടാ നമ്മള് പോയില്ലേ. രസമുണ്ടല്ലോ സ്ഥലം. സ്ഥലം ഒരു ചെറിയൊരു ഇത്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു വരുന്നതാണ്. പക്ഷെ ഡാമിൽ വെള്ളമില്ല. വളരെ നേരിയ കുറച്ച് വെള്ളമുള്ള. ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ഒക്കെ അപകടകരമാണ്, കുറ്റകരമാണ്. കണ്ടാ ഇതിനൊക്കെ ഇത് ഡാം. അപ്പൊ നമ്മള് പോരാണ് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.